ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സൊല്യൂഷൻ മേക്കറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരുപാട് പ്രോഡക്ട്സും കാര്യങ്ങളൊക്കെ മേടിക്കുന്ന സമയത്ത് അതിന്റെ ബാക്കിലായിട്ട് നിങ്ങൾക്ക് QR കോഡ് കാണാനായിട്ട് സാധിക്കും. ആ ഒരു QR കോഡ് നിങ്ങൾ സ്കാൻ ചെയ്യുന്ന സമയത്ത് ആ ഒരു കമ്പനിയുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ആ ഒരു QR കോഡ് സ്കാൻ ചെയ്യുന്ന സമയത്ത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ നിങ്ങളുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എങ്ങനെ ഒരു QR കോഡ് ആക്കി മാറ്റാം എന്നാണ്. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾക്കിപ്പോൾ ഈ സൈഡിലായിട്ട് കാണുന്ന ഈ ഒരു QR കോഡ് നിങ്ങൾ സ്കാൻ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനലായിരിക്കും കാണാൻ സാധിക്കുക. അതായത് ഈ ഒരു QR കോഡിൻ്റെ ഉള്ളിൽ ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത് എൻ്റെ യൂട്യൂബ് ചാനലാണ്. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡാറ്റാസ് ഒക്കെ ഇതുപോലെ ഒരു QR കോഡാക്കി മാറ്റൽ എങ്ങനെയാണെന്നാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് പോകുന്നത്. അപ്പോൾ ഗൈസ്, നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ടാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസ് നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, നിങ്ങൾ ഈ കാണുന്ന രണ്ട് ആപ്ലിക്കേഷൻസും ഡൗൺലോഡ് ചെയ്യണം. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ്, രണ്ട് ആപ്ലിക്കേഷനും ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ആദ്യം നിങ്ങൾ QR കോഡ് ജനറേറ്റർ എന്ന് പറഞ്ഞ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ആയിരിക്കും കാണാൻ സാധിക്കുക. ഇവിടെ നിങ്ങൾക്ക് ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഇതിലേക്ക് മാറ്റാൻ സാധിക്കും. ഞാനിപ്പോൾ ഇവിടെ URL ആണ് കൊടുക്കുന്നത്, എൻ്റെ ചാനലിൻ്റെ URL ആണ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ URL എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് ഇട്ടതിന് ശേഷം എൻ്റെ ചാനലിൻ്റെ ലിങ്ക് ഞാൻ അവിടെ പേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് മോഡൽസ് കാണാൻ സാധിക്കും. QR കോഡിൻ്റെ ഒരുപാട് മോഡൽസ് ഇവിടെ ഉണ്ട്. പിന്നെ ഗൈസ്, നിങ്ങൾക്കിവിടെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്കിവിടെ QR കോഡിൻ്റെ കളേഴ്സ് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അതായത് നിങ്ങൾക്കിവിടെ ഒരുപാട് കളർ കാണാൻ സാധിക്കും. നിങ്ങളുടെ ആ ഒരു QR കോഡിൻ്റെ കളർ നിങ്ങൾക്കിവിടെ സെലക്ട് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ എൻ്റെ ചാനലിൻ്റെ ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്കോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വെബ്സൈറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് നിങ്ങൾക്കിവിടെ പേസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതിന് തൊട്ട് താഴെയായിട്ട് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും ടൈറ്റിൽ എന്ന്. അവിടെ ജസ്റ്റ് എന്തെങ്കിലും ടൈറ്റിൽ കൊടുക്കുക. ഞാനിപ്പോൾ അവിടെ ജസ്റ്റ് സൊല്യൂഷൻ മേക്കർ എന്നാണ് ടൈറ്റിൽ കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈറ്റിൽ നിങ്ങൾക്ക് അവിടെ എഴുതാൻ സാധിക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ എല്ലാം കംപ്ലീറ്റ് ആയതിനു ശേഷം അവിടെ ജനറേറ്റ് എന്ന് കാണാൻ സാധിക്കും. അതിലൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു QR കോഡ് ജനറേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഉണ്ടാക്കിയിട്ടുള്ള ഒരു QR കോഡിൽ നിങ്ങൾക്ക് സ്കാൻ ചെയ്യുകയാണെങ്കിൽ എൻ്റെ ചാനലിലേക്കായിരിക്കും നിങ്ങൾ എത്തുക. ഓക്കെ ഗൈസ്, അപ്പോൾ ഇനി നമുക്കിതെങ്ങനെ സേവ് ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് നിങ്ങൾക്ക് മുകളിലായിട്ടൊരു സേവ് ചെയ്യാനുള്ള ഒരു ബട്ടൺ കാണാം. അതിൽ പ്രസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്കിവിടെ PNG ഫോർമാറ്റോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോർമാറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് നെയിമൊക്കെ കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് സേവ് ചെയ്യുക. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ സേവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇനി നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇത് വർക്കിംഗ് ആണോ അല്ലേ എന്ന്. അതിനായിട്ട് ഞാൻ വേറൊരു മൊബൈൽ ഫോണിൽ നമ്മുടെ QR കോഡ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾക്കിവിടെ QR കോഡ് സ്കാനർ എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ തന്നിട്ടുണ്ട്. ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്കിവിടെ സ്കാൻ ചെയ്യാനുള്ളൊരു ക്യാമറ ഓൺ ആകും. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ഫോണിലെടുത്ത് വെച്ച ഫോട്ടോ ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്ത് നോക്കുക. അതിന് ശേഷം ഇവിടെ ഓപ്പൺ എന്ന് കാണാൻ സാധിക്കും. അവിടെ ഓപ്പൺ എന്ന് ഉള്ള ഒരു ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നേരെ ആ ഒരു വെബ്സൈറ്റിലേക്കായിരിക്കും കയറുക. നിങ്ങളവിടെ പേസ്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ലിങ്ക് എന്താണോ ആ ഒരു പേജിലേക്കായിരിക്കും കയറുക. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ചെയ്ത ഉടനെ എൻ്റെ യൂട്യൂബ് ചാനലിലേക്കാണ് പോയിട്ടുള്ളത്. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് സൊല്യൂഷൻ മേക്കർ എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് ചാനലാണിത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട് QR കോഡ് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ സാധിക്കും. വീഡിയോ ഇഷ്ടമാണെന്ന് തീർച്ചയായും ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് സബ്സ്ക്ൈബ് ചെയ്യുക. തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് അപ്പം തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, മറ്റൊരു വീഡിയോ കണ്ടുപിടുന്നവരേക്കും ബൈ. Tell me pretty lies, look me in the face, tell me that you love me even if it's fake.